നമുക്ക് ചെറായി ബീച്ചിലേക്ക് ഒന്ന് പോയാലോ? അവിടെ നമ്മുടെ സുഹൈൽ മുഹമ്മദ് ഉണ്ട്. സുഹൈൽ മുഹമ്മദ് തകർക്കും. അതിനുമ്പ് ഒരു കണ്ണൻ പറയാണ്, SK പറഞ്ഞാൽ മാത്രം SK സാർ എന്നെ ഒന്ന് ന്യൂ ഇയർ ആയിട്ട് പുറത്തു പറയാവോ? സാറ് പറഞ്ഞ അയ്യപ്പൻ ചേട്ടാ മോനെ പുറത്തു പോകാൻ സമ്മതിക്കൊന്ന് പറയാവോ? അയ്യപ്പൻ ചേട്ടാ കണ്ണൊന്ന് പുറത്തു പോട്ടെ. അയ്യപ്പൻ ചേട്ടാ കണ്ണന്റെ പുറത്തൊരു കണ്ണൻ എത്ര വയസ്സ് പ്രായമുള്ള കുട്ടിയാ? ചെറിയ കുട്ടിയല്ല. കണ്ണന്റെ പ്രായം അറിയിക്കുക. കണ്ണൻ പ്രായപൂർത്തിയാവണമെങ്കിൽ അയ്യപ്പൻ ചേട്ടാ കണ്ണനെ ഒന്ന് പുറത്തു വിടണം. വരെ നിങ്ങൾ പോയിക്കോളൂ അറിയാനാണെങ്കിൽ അല്ലേ? അയ്യപ്പൻ ചേട്ടാ കണ്ണനെ ഒന്ന് വിടണം കേട്ടോ. ഓക്കെ അല്ലേ? എന്നാലും ഒരു കണ്ണ് വേണം. ഒരു കണ്ണ് വേണം. പ്രത്യേകിച്ച് ന്യൂ ഇയർ ആണ് അല്ലേ? നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് റോഡേ വരും അല്ലേ? അപ്പൊ ഇനിയിപ്പോ നമുക്ക് ചെറായി ബീച്ചിലേക്ക് സുഹൈൽ മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. പുതുപ്രതീക്ഷകളും പുതുസ്വപ്നങ്ങളുമായി 2024 വരവേൽക്കാൻ ലോകം ഒരുങ്ങുമ്പോൾ ചെറായി ബീച്ചിലാണ് നമ്മളുള്ളത്. ചെറായി ബീച്ചിൽ കൊച്ചിയിൽ പൊതുവെ കേന്ദ്രീകൃതമായാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവനിര കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോർട്ട് കൊച്ചി ഭാഗത്താണെന്ന് പറയാം. ഇവിടെ ചെറിയ രീതിയിൽ ആഘോഷങ്ങൾ, പക്ഷേ വളരെ അച്ചടക്കത്തോടെ ആഘോഷം നടത്തുന്ന രീതിയിലാണ് ചെറായിലെ സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത്. ചെറിയ രീതിയിൽ ഗാനമേളകൾ, ഒപ്പം ലൈറ്റ് കൊണ്ടുള്ള വിസ്മയങ്ങളാണ് ചെറായി ബീച്ചിലെ പുതുവത്സര കാഴ്ചകളെ കൂടുതൽ സമ്പുഷ്ടമാക്കുന്നത്. പലയിടങ്ങളിൽ നിന്നായി ഒരുപാട് പേർ ഇവിടെ പുതുവത്സരം ആഘോഷിക്കാൻ എത്തിയിട്ടുണ്ട്. കമ്പാരിറ്റീവ് എണ്ണം കുറവാണെങ്കിലും ചേട്ടാ പുതുവത്സരം ആഘോഷിക്കാൻ എത്തിയാണോ? ഞങ്ങള് വന്നാണ്. എവിടുന്ന് വന്നാ? ആലുവയിന്ന് ആഘോഷിക്കാനായിട്ട് വന്നാ? എന്താ 2024 പ്ലാൻ എന്താ? 2024 കൊച്ചിന് അസുഖമായിട്ട് ഞങ്ങൾ വന്നില്ല. അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല. 2024 വരണം. 2024 ഏറ്റവും വലിയ സ്വപ്നം എന്താ? അതായത് എന്റെ കൊച്ചിന് സൂളാണ്ടായി പോയി ആ സമയത്ത്. അപ്പൊ ഈ സമയത്ത് ഞങ്ങൾക്ക് തകർക്കണം വെച്ച് ഞങ്ങൾ വന്നേക്കാണ്. അതെ, 2024 പക വീട്ടാൻ വേണ്ടി വന്നതാണ്. എന്താ പറ്റിയ 2023? വീണിട്ട് കൈ ഇതായിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്തിരിക്കുകയായിരുന്നു. 2024 ഒരു വലിയ പ്രതീക്ഷയാണല്ലേ? പൊളിക്കോ? എന്താണ് അമ്മ? ഭയങ്കര സന്തോഷത്തിലാണ്. ഈ പ്രായത്തിൽ ആഘോഷിക്കാൻ മക്കളൊക്കെ കൂടെ പോകുന്നപ്പോ അവരുടെ കൂടെ പോകുന്നത് ഭയങ്കര സന്തോഷം. ഞങ്ങൾ തൃശ്ശൂർ. പേരെന്താ? അജയ്. എന്താണ് ഈ പ്രത്യേകിച്ച് തൃശ്ശൂരിന് കൊച്ചിയിൽ വന്ന് കാർണിവലിന് പോകാതെ ഇവിടെ ചെറായിലെത്തി? എന്താ? ഒന്നുമില്ല, കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ ചെറായിൽ എല്ലാവരും കാർണിവലിന് പോകുന്നു. അപ്പോൾ ചെറായിൽ ഇങ്ങനെ ഒരു വൈബ് ഉണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. കാരണം എല്ലാവരും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന 2024 വരവേൽക്കാൻ വേണ്ടി എല്ലാവരും ഈ പറയുന്ന കാർണിവലും ഈ പറയുന്ന പോലെ DJ പാർട്ടിയും തെരഞ്ഞെടുത്തപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വൈബ് എന്ത് ചെയ്യും, ഒരു കാം വൈബാണ്. 2024 എടുക്കുന്ന ഏറ്റവും വലിയ പ്രധാന തീരുമാനം എന്താ? എന്തെങ്കിലും അവസാനിപ്പിക്കുന്ന, എന്തെങ്കിലും തുടങ്ങുന്ന, അങ്ങനെ തീരുമാനം ഉണ്ടോ? റിച്ച് ആവണം, വേറെ ഒന്നുമില്ല. റിച്ച് ആവണം, അത്ര 100%. ഇവിടെയോ? അതെ, സക്സസ് ആവണം. എന്തൊരു സക്സസ് ആവണം? ഫിനാൻഷ്യൽ സക്സസ് ആണോ? 100% അങ്ങനെ ആയിരുന്നില്ലേ? ഓൾമോസ്റ്റ് അതിലേക്കുള്ള എന്താ പറയാ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള ചവിട്ടുകൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. 2024 എന്നിപ്പോഴും അത് റീച്ച് ചെയ്തിരിക്കും. നിങ്ങൾ 4 പേര് ഒന്നിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? വലിയൊരു ഓർഗനൈസേഷൻ, ഒരു പ്രോഗ്രാം, ഒരു കമ്മ്യൂണിറ്റിയുടെ നമ്മുടെ കൂടെ ഉണ്ട്. ആണോ? അപ്പൊ 2024 വലിയൊരു എന്റർപ്രണർഷിപ്പിലേക്ക് ഒരുപാട് ആളുകളെ നമ്മൾ എത്തിക്കുക. 24 ഓഗസ്റ്റ് 15 ഞങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി ഉണ്ടായിരിക്കും. എന്റെ പ്രതീക്ഷ, എനിക്കൊന്നും പ്രതീക്ഷയില്ല. മോളെ പറഞ്ഞേ എന്താ പറയാ? എന്താ 2024 പ്രതീക്ഷ? എന്താ 2024 ഒരു നല്ല വർഷമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2023 മോശം വർഷമായിരുന്നു, ഇച്ചിരി മോശം വർഷമായിരുന്നു. അപ്പൊ അതൊക്കെ മാറി ഒരു നല്ലൊരു വർഷമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ സ്വപ്നം? എന്തെങ്കിലും ഒരു പ്ലെഡ്ജ് ഉണ്ടോ? റെസൊല്യൂഷൻ ഉണ്ടോ? റെസൊല്യൂഷൻ എനിക്ക് ഒരു നല്ലൊരു കരിയർ ഗ്രോത്ത്, അതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഹോബി തുടങ്ങാനോ, പഴയ എന്തെങ്കിലും ദുശീലം അവസാനിപ്പിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു റെസൊല്യൂഷൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. കാരണം എപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് അത് ആരായിരുന്നു ഇഷ്ടന്റെ പേര്? സുഹൈൽ മുഹമ്മദ് അല്ലേ? സുഹൈൽ മുഹമ്മദ് ആയിരുന്നു. ചെറായി ബീച്ചിൽ നിന്നായിരുന്നു.